റഹീസ്, നമുക്കറിയേണ്ടത് അവിടെ പലയിടങ്ങളിലും വലിയ ആശങ്കയാണ്. ഇപ്പോഴും ഈ ആക്രമണം ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പ്രതികരണങ്ങൾ കാണുന്നു. ഈ മാധ്യമങ്ങൾ നൽകുന്നത് പോലെയൊന്നും അല്ല സ്ഥിതി. അവിടെ ആക്രമണങ്ങളില്ല, ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. എങ്കിൽ പോലും എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം. റഹീസ്, എന്താണ് വളരെ കൃത്യമായി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ചും ദുബായ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെയുള്ള സ്ഥിതി അത് എത്രമാത്രം രൂക്ഷമാണ്? അതിൽ പ്രേക്ഷകരോട് കൃത്യമായ നിലപാടുകൾ, കൃത്യമായ വാർത്തകൾ അത് മാത്രമാണ് 24 നൽകിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ പ്രജിൻ, ഇതിൽ ഗൾഫ് മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്നുള്ളത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അതായത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലെ അപകടം കടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് ഏത് ഗൾഫ് രാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാലും അവിടെ ജനങ്ങളുടെ ജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ ജീവനെ അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ആക്രമണങ്ങളൊന്നും കടന്നിട്ടില്ല. പക്ഷേ നിരന്തരമായി ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വിവരവും സത്യമാണ്. അതായത് ഈ പ്രധാനപ്പെട്ട ചില ഊർജ കേന്ദ്രങ്ങളിലേക്ക്, തുറമുഖങ്ങളിലേക്ക്, ഇവിടേക്കാണ് ഇപ്പോൾ ആക്രമണം പ്രധാനമായിട്ടും നടക്കുന്നത്. മാത്രമല്ല ഈ അമേരിക്കയുടെ ഈ ആർമി ബേസിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളത് അത് ഡിഫ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അത് വന്ന് പതിക്കുന്നത് മറ്റിടങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ഇറാന്റെ എല്ലാ ആക്രമണങ്ങളെയും, എല്ലാ മിസൈൽ ആക്രമണങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും ഒക്കെയും ഈ ഗൾഫ് രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അവശിഷ്ടങ്ങൾ വന്നു പതിക്കുന്നത് ഈ പറയുന്ന ജനവാസ മേഖലയിലൊക്കെയും പതിക്കാറുണ്ട്. അതുമൂലമാണ് ഈ കാര്യമായിട്ടുള്ള അപകടം ഉണ്ടാകുന്നത്. അല്ലാതെ വല്ലാതെയുള്ള തീപിടുത്തം ഉണ്ടായതും പുക ഉയർന്നതും ഒക്കെ അതൊന്നും ഈ ജനവാസ മേഖലയിലല്ല. അതുകൊണ്ട് തന്നെ വലിയ കാഷ്വാലിറ്റി ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതായത് ജനങ്ങളുടെ ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് അപകടം കടന്നിട്ടില്ല. പക്ഷേ ഒരു തരത്തിൽ അവരുടെ സ്വൈര്യ ജീവിതത്തിനെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ അപകടങ്ങളൊക്കെയും കടന്നിട്ടുണ്ട്. അത് രാഷ്ട്രങ്ങളെ പലതരത്തിൽ അതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഖത്തറൊക്കെ അവരുടെ പ്രധാനപ്പെട്ട പല പ്രൊഡക്ഷൻസും നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഊർജ്ജ മേഖലയിലൊക്കെയും അത് സാരമായുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ നിലയിലേക്ക് തുടർ ദിവസങ്ങളിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് അനുഭവിക്കുന്ന ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന തരത്തിലേക്ക് ആക്രമണങ്ങൾ മാറിയിട്ടുണ്ട്. ഒമാനിലേക്കാണ് ഏറ്റവും ഒടുവിലായി ആക്രമണം നടന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒമാനിൽ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വീണ്ടും തുടരുകയാണ് എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇവിടെ ഇതുപോലെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഒമാനയിൽ. ഇന്ന് സലാലയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. സലാല തുറമുഖത്തിന് സമീപം ഡ്രോൺ തകർന്നു വീണതായി. റഹീസ്, അത് തന്നെയാണ് ഈ ഡ്രോൺ ആക്രമണം എന്ന് പറയുമ്പോൾ അതിലെ കുറിച്ചുകൂടി ഒരു വ്യക്തത നമ്മൾ കൊടുക്കാം. കാരണം ഈ ഇന്റർസെപ്ഷൻസ് ആണ് കൂടുതൽ നടക്കുന്നത്. ഡ്രോണുകൾ വരുന്നു, അല്ലെങ്കിൽ മിസൈലുകൾ വരുന്നു, അതിനെ വേധിക്കുന്നു, അതിനെ അടിച്ചിടുക. ഇതാണ് ഇപ്പോൾ UAE-യുടെയൊക്കെ ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ഈ പറയുന്നത് പോലെ ആക്രമണം നടക്കുന്നു, അതിനെ വെടിവെച്ചിടുന്നു, അതൊരു പക്ഷെ തകർന്നു വീഴുന്നത് പലയിടങ്ങളിലായിരിക്കാം. ഏറ്റവും ഒടുവിൽ UAE പുറത്തുവിട്ട കണക്ക് ഇന്നലെ നമുക്ക് വന്നിരുന്നു. 689 ഇറാനിയൻ ഡ്രോണുകൾ വന്നു. അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്തു. അതിൽ 645 എണ്ണത്തിനെയും ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ തകർത്ത് താഴെയിടാൻ UAE-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 44 എണ്ണം ചിലയിടങ്ങളിലായി, ബാക്കിയുള്ള 44 എണ്ണം ചിലയിടങ്ങളിൽ വീണിട്ടുണ്ട്. ഇതാണ് റിയാലിറ്റി, അല്ലേ? എക്സാക്ട്ലി പ്രജിൻ, അത് തന്നെയാണ് റിയാലിറ്റി. കാരണം ഈ പറയുന്ന ഉഗ്ര ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. അവർ കൃത്യമായി ഈ ഉഗ്ര ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. വലിയ സ്ഫോടന ശബ്ദങ്ങളൊക്കെയും ആകാശത്ത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ ദൂരത്താണ്. ഈ ദൂരത്ത് നിന്ന് ഇത് ഡിഫ്യൂസ് ചെയ്യപ്പെട്ട് ഇതിന്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിക്കുന്നത് ഒരു പക്ഷേ അത് ഈ ജനവാസ മേഖലയിലായിരിക്കും. നമുക്ക് ആകാശത്ത് നിന്നുകൊണ്ട് ഇതുപോലെ സ്ഫോടനം ഉണ്ടാകുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ രാത്രിയൊക്കെ വലിയ തോതിൽ ഡ്രോണുകളൊക്കെ പോകുന്ന ശബ്ദം, തലങ്ങും വിലങ്ങും ഒക്കെ വെളുപ്പിനൊരു 3 മണി സമയത്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ഓരോ രാഷ്ട്രങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ നടന്ന ആക്രമണങ്ങളെ വിവരങ്ങൾ, എത്രത്തോളം ആക്രമണങ്ങൾ തങ്ങൾ പ്രതിരോധിച്ചു, എത്ര മിസൈലുകൾ പ്രതിരോധിച്ചു, ഡ്രോണുകൾ പ്രതിരോധിച്ചു, ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, മറിച്ച് നേരിട്ട് ഒരു ജനവാസ മേഖലയിൽ വന്ന ഇത്തരത്തിലൊരു മിസൈൽ
പതിച്ച് ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, അല്പസമയത്തിനുള്ളിൽ UAE-യുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം വരാൻ പോവുകയാണ്. പ്രസിഡന്റ് നേരിട്ട് അതിലൊരു വിശദീകരണം നൽകുന്നു, തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരിക. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.